Hello dears. ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അതിലെ 9th ചാപ്റ്ററായ ഗാന്ധിജി ആൻഡ് ദ ഫ്രീഡം സ്ട്രഗിളിന്റെ ബാക്കി ഭാഗമാണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പോൾ മലബാർ റിബല്യൻ പഠിച്ചു, വാഗൺ ട്രാജഡി പഠിച്ചു, ജാലിയൻവാല മസാക്കർ പഠിച്ചു അല്ലേ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അതെല്ലാം പഠിച്ചു അല്ലേ. ഇനി എന്താണ് എടുത്ത് നോക്കുന്നത് നമ്മൾ? ചൗരി ചൗര ഇൻസിഡന്റ് അല്ലെ. എന്താണ് ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല്? എന്താന്ന് നമുക്ക് നോക്കാം അല്ലെ. ചൗരി ചൗര സംഭവം അല്ലെ. എന്താണ്? ഇൻ 1922 the farmers of Chauri Chaura village in Uttar Pradesh organized a demonstration against the harsh measures of the British. The police opened fire at the procession of around 3,000 unarmed farmers. The angry mob retaliated by burning down the police station, which resulted in death of 22 policemen. Gandhiji called off the non-cooperation movement completely as the incident violated the principles of non-violent resistance. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ അല്ലെ, ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര വില്ലേജ് ഉള്ളത് അല്ലെ. ആ ഗ്രാമത്തിൽ, ആ വില്ലേജില് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. അവിടെ എന്താണ്, ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ട് എന്താക്കി, ഈ ചെയ്തില് ആൾക്കാരെ ഇടങ്ങേറാക്കി അല്ലെ. അപ്പൊ അവർക്കെതിരെ എന്താക്കി, ബ്രിട്ടീഷുകാർക്കെതിരെ എന്താക്കി, 1922 എന്താക്കി, കർഷകർ എന്താക്കി, ഒരുമിച്ച് കൂടി. 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു അല്ലെ. എത്രയാണ്? ഈ 3000 അൺആംഡ് ഫാമേഴ്സിന്റെ മേലേക്ക് എന്താക്കി, ഈ പോലീസുകാരെന്താക്കി, വെടിവെച്ചില്ലേ. 3000-ലധികം വരുന്ന അവരൊക്കെ നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് എന്താക്കി, വെടിവെച്ചു. കോപാകുലരായ ജനക്കൂട്ടം എന്താക്കി, ദേഷ്യം പിടിച്ച ജനക്കൂട്ടം എന്താക്കി, പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി അല്ലെ. പോലീസ് സ്റ്റേഷൻ കത്തിച്ചു അല്ലെ. 22 പോലീസുകാർ അന്ന് കൊല്ലപ്പെട്ടു. ഈ സംഭവം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു അല്ലെ. ഈ ആൾക്കാരെ, പോലീസുകാരെ കൊന്നല്ലോ അല്ലെ. അപ്പൊ ഇതെന്താ, അഹിംസാ സമര തത്വങ്ങൾക്ക് എന്താണ്, എതിരാണ് അല്ലെ, വിരുദ്ധമായതിനാൽ എന്താക്കി, ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്സ് എന്താക്കി, പൂർണ്ണമായി നിർത്തിവെക്കാൻ എന്താക്കി, ഗാന്ധിജി തീരുമാനിച്ചു അല്ലെ. അപ്പൊ എന്താണ്, discuss the situation that prompted Gandhiji to call off the non-cooperation movement. എന്താണ്, നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാം? എന്തുകൊണ്ടാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ, അതായത് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ആ സാഹചര്യം എന്താണ്, സ്ട്രാറ്റജി എന്താണ്? ഇവിടെ എന്താണ്, ഈ ഇവിടെ തന്നെ വരുന്നില്ലേ, ഈ ചൗരി ചൗര രാത്രി എന്താക്കി, ആൾക്കാര് ജാഥ നടത്തിക്കൊണ്ടിരുന്നപ്പോ അല്ലെ, 3000 ആൾക്കാരെ മേലേക്ക് എന്താക്കി, ഈ പോലീസുകാർ വെടിവെച്ചു അല്ലെ. ദേഷ്യം പിടിച്ച ആൾക്കാർ എന്താക്കി, പോലീസ് സ്റ്റേഷൻ എന്താക്കി, ബേൺ ചെയ്തു അല്ലെ, കത്തിച്ചു അല്ലെ. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താക്കി, 22 പോലീസ്മാൻ എന്താക്കി, മരിച്ചു അല്ലെ. അപ്പൊ ഗാന്ധിജി കോൾഡ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആസ് കംപ്ലീറ്റ്ലി ആസ് ദ ഇൻസിഡന്റ് വയലേറ്റഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലന്റ് റെസിസ്റ്റൻസ് അല്ലെ. ഈ നോൺ വയലന്റ് റെസിസ്റ്റൻസിന് എതിരായിട്ടാണ് എന്താക്കിയത്, ആ സംഭവം നടന്നത് അല്ലെ. അപ്പം എന്താക്കി, ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കാൻ എന്താക്കി, ഗാന്ധിജി തീരുമാനിച്ചു. ഓക്കെ, ഇനി എന്താണ് വൈക്കം സത്യാഗ്രഹ? എന്താണ് വൈക്കം സത്യാഗ്രഹ നോക്കാം നമുക്ക് കേട്ടോ. വൈക്കം സത്യാഗ്രഹ. The national movement evolved into a platform that opposed a social inequalities and strengthen the freedom struggle. എന്താണ്, the national movement evolved into a platform that opposed social inequalities and strengthened the freedom struggle. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും വേദിയായി എന്താക്കി, ദേശീയ പ്രസ്ഥാനം മാറി അല്ലെ. എന്താണ്, സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും വേദിയായി എന്താക്കി, ദേശീയ പ്രസ്ഥാനം മാറി അല്ലെ. The Avarnas were not allowed to use the public roads around the Vaikom temple. എന്താണ്, ഈ വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽ കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ ഈ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു അല്ലെ. താഴ്ന്ന ജാതിക്കാർക്ക് എന്താണ്, ഈ വൈക്കം ടെമ്പിളിന്റെ ആ റോഡിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് അവകാശമില്ലായിരുന്നു അല്ലെ. The Vaikom Satyagraha in 1924 urged for freedom of movement along these public roads for all sections of the society. In connection with the Satyagraha, Mannathu
Padmanabhan led the famous Savarna Jatha. Vaikom Satyagraha was a remarkable movement in India against the practice of untouchability in public places. In the beginning of this chapter, we have read about the visit of Gandhiji to Vaikom to support the Satyagraha. എന്താണ് ഈ വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അടുത്ത് ക്ഷേത്രത്തിന് ഉള്ളിൽ കൂടെ അല്ല അതിന്റെ പുറത്തുള്ള വഴിയിലൂടെ എന്താണ് ഈ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു അല്ലെ ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് എന്ത് 1924 വൈക്കം സത്യാഗ്രഹം അല്ലെ എന്താണ് ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എന്താവശ്യപ്പെട്ട് കൊണ്ട് നടന്ന സമരമാണ് എന്ത് 1924 വൈക്കം സത്യാഗ്രഹം ഇതിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ പ്രസിദ്ധമാണ് പൊതു ഇടങ്ങളിൽ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത് സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം വായിച്ചല്ലോ അല്ലെ ഇതിന്റെ എന്താണ് ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നടന്ന സമരമാണ് എന്ത് 1924 വൈക്കം സത്യാഗ്രഹം അല്ലെ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ പ്രസിദ്ധമാണ് അല്ലെ പൊതു ഇടങ്ങളിലെ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരവുമായിരുന്നു ഇത് സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ നാം വായിച്ചല്ലോ അല്ലെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത് അല്ലെ നമ്മൾ വായിച്ചു അല്ലെ ഡിസ്കസ് ദ relevance of the Vaikom Satyagraha and prepare a note on it. എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കൂ സവർണ ജാഥയെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ് നോക്കൂ എക്സ്റ്റെൻഡിങ് സപ്പോർട്ട് ടു ദ വൈക്കം സത്യാഗ്രഹ എ procession of Savarnas upper caste Hindus led by Mannath Padmanabhan set out from the Vaikom temple to Thiruvananthapuram on 1st November 1924. They submitted a memorandum to Maharani Sethu Lakshmi Bai requesting the opening of all roads to the Vaikom temple to all, irrespective of religion and caste. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു എന്താണ് പറഞ്ഞത് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ എന്തായി 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്ര നടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു അല്ലെ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മിബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു അല്ലെ എന്താണ് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എന്താണ് എല്ലാവർക്കും എല്ലാ ജാതിക്കാർക്കും എന്താണ് തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് എന്താക്കി അവർ മഹാറാണി സേതു ലക്ഷ്മിബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു അല്ലെ അതാണ് എന്ത് സവർണ ജാഥ ഓക്കെ ഇത് ഇനി എന്താണ് നെക്സ്റ്റ് ഫിയർലെസ് ഓഫ് ദ ഹാങ്മാൻസ് റോപ്പ് എന്താണ് തൂക്കുകയറിനെ ഭയക്കാത്തവർ അല്ലെ ഹാങ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് റോപ്പിലെ ഹാങ്മാൻസ് റോപ്പ് എന്ന് പറഞ്ഞാൽ തൂക്കുകയറിനെ എന്താണ് ഭയക്കാത്തവർ അല്ലെ ഫിയർലെസ് അല്ലെ പേടിക്കാത്തവർ അല്ലെ Parallel to Gandhian strategies, several armed struggles were also organized during this period. Leaders like Chandrasekhar Azad, Bhagat Singh, Rajguru, and Sukhdev formed the Hindustan Republican association that aimed at preparing the youth for freedom struggle. They became martyrs for the cause. ഇതാണ് ചന്ദ്രശേഖർ ആസാദ് ഇതാണ് ഭഗവത് സിംഗ് ഇതാണ് രാജഗുരു ഇതൊക്കെ കണ്ടില്ലേ ഫോട്ടോസ് നോക്കൂ സുഖദേവ് അല്ലെ ഇവരൊക്കെയാണ് കേട്ടോ ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് അല്ലെ ഇവരൊക്കെ ആരാണ് എന്താണ് ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു അല്ലെ ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങൾ എന്താക്കി ആ ടൈമിൽ നടന്നിരുന്നു അല്ലെ അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ആരൊക്കെ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ആരൊക്കെ ഈ ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും രാജ്ഗുരും സുഖദേവും മുതലായവരൊക്കെ അല്ലെ ഇവർ രൂപീകരിച്ച സംഘടനയായിരുന്നു എന്ത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന ഇവർ രൂപീകരിച്ചതായിരുന്നു യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം അല്ലെ യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു എന്ത് ഈ സംഘടനയുടെ ലക്ഷ്യം ഓക്കെ A pinch
of salt challenges an empire. എന്താണ് നെക്സ്റ്റ്? ഒരു നുള്ളു ഉപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു അല്ലെ. എ പിഞ്ച് ഓഫ് സാൾട്ട് ചലഞ്ചസ് ആൻഡ് എംപയർ അല്ലെ. അപ്പൊ എന്താണ്, ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിട്ട് എന്താക്കി മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഒരുപാട് ചെറിയ ചെറുപ്പക്കാരും അല്ലെ, കുട്ടികളും പിന്നെന്താണ് പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഒരുപാട് എന്താണ് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിട്ട് എന്താക്കി കഷ്ടപ്പെട്ട് ജീവൻ ബലിയർപ്പിച്ച് മരിച്ചിട്ട് എന്താണ് മരിച്ചു പോയിട്ടുണ്ട് അല്ലെ ഒരുപാട് ആൾക്കാർ അല്ലെ. അപ്പൊ നമ്മൾ അതൊന്നും മറക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ എന്താക്കണം, പഠിക്കും വേണം, മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഓക്കെ, ആരൊക്കെയാന്നുള്ളതും ഒക്കെ എന്താക്കുക, നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നോക്കൂ. എ പിഞ്ച് ഓഫ് സാൾട്ട് ചലഞ്ചസ് ആൻ എംപയർ. എന്താണ്, ഒരു നുള്ളു ഉപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു അല്ലെ. ദ കോൺഗ്രസ് സെഷൻ ഹെൽഡ് അറ്റ് ലാഹോർ ഇൻ 1929 decided to launch the civil disobedience movement under the leadership of Gandhiji. The aim of the movement was to disobey the unjust laws imposed by the British government. The Indians had to pay tax for making salt. The doubling of the salt tax by the British government fueled the wrath of the people. Gandhiji realized that salt can be used as a weapon to organize a stronger mass movement. He decided to disobey the salt law. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു നുള്ളു ഉപ്പ് അല്ലെ. എന്താണ് ഈ 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താക്കി, നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. നിയമം ലംഘിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ആ ആരുടെ, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തില് എന്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താക്കി, ഈ നിയമം ലംഘിക്കാൻ എന്താക്കി ആ പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു അല്ലെ. നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്താണ്, ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക, അതാണ് നിയമം ലംഘിക്കുന്നത് അല്ലെ. ജനങ്ങളെ ഇടങ്ങേറാക്കുന്ന ബ്രിട്ടീഷ് നിയമങ്ങളെ എന്താക്കണേ, ലംഘിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. എന്താണ്, ഉപ്പ് ഉണ്ടാക്കുന്നതിന് എന്താണ് ഇന്ത്യക്കാരെന്താക്കി, ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകേണ്ടിയിരുന്നു. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു അല്ലെ. അപ്പൊ എന്താക്കി, ഒരു എന്താണ് നികുതി നൽകി പോന്നിരുന്നു അല്ലെ, പിന്നെ എന്താക്കി അതിനെ ഇരട്ടിയാക്കി അല്ലെ. ഈ നികുതി എന്താക്കി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കി. അപ്പൊ അതിലെന്താക്കി ജനരോഷം വർദ്ധിപ്പിച്ചു അല്ലെ. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തി ആർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ എന്താ, ഉപ്പിനെ എന്താണ് സമരായുധമാക്കിയാൽ എന്താക്കും, ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തി ആർജിക്കുമെന്ന് എന്താക്കി ഗാന്ധിജി തിരിച്ചറിഞ്ഞു അല്ലെ. ഈ ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു അല്ലെ. ഈ ഉപ്പ് നിയമമാണ് എന്താക്കി ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത്. നോക്കൂ, ദണ്ഡി യാത്ര അല്ലെ, ദണ്ഡി മാർച്ച്. ഡിക്ലയറിംഗ് ദ സാൾട്ട് സത്യാഗ്രഹ, ഗാന്ധിജി സെഡ്, either I shall return with what I want or my dead body will float in the ocean. അല്ലെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സമര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? either I shall return with what I want or my dead body will float in the ocean. അല്ലെ, ഒന്നുകിൽ ലക്ഷ്യം തേടി ഞാൻ തിരിച്ചു വരും അല്ലെ, പരാജയപ്പെട്ടാലോ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും അല്ലെ, സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. Accompanied by 78 followers, Gandhiji set out from the Sabarmati ashram and reached Dundee beach by marching 375 kilometers on foot. On 6 April 1930, he launched the civil disobedience movement by taking a handful of salt. The salt came to symbolize the civil disobedience movement in the Indian freedom movement. എന്താണ്, 78 ഫോളോവേഴ്സ് ആയിട്ട് അല്ലെ, 78 അനുയായികളുമായിട്ടാണ് എന്ത് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു അല്ലെ. എത്ര ഫോളോവേഴ്സ് ആണ്? 78 ഫോളോവേഴ്സ് ആയിട്ടാണ് എന്ത് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു അല്ലെ. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 375 കിലോമീറ്റർ ആണ് എന്താക്കിയത്, നടന്നിട്ട് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് അല്ലെ. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചു കൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു അല്ലെ. 1930 ഏപ്രിൽ 6 എന്താക്കിയത്, ഒരു പിടി ഉപ്പ് ശേഖരിച്ചു കൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറി അല്ലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താക്കി, ഉപ്പ് നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറി. ബ്രേക്കിംഗ് ഓഫ് സാൾട്ട് ലോ, എന്താണ് ഉപ്പ് നിയമലംഘനം, ഇതാണ് അതിന്റെ ചിത്രം കേട്ടോ. ബ്രേക്കിംഗ് ഓഫ് സാൾട്ട് ലോ പറഞ്ഞാല് ഉപ്പ് നിയമലംഘനം. ഗാന്ധിജി എന്താണ് മണ്ണിന്ന് ഉപ്പ് വാരിയെടുക്കുകയാണ് അല്ലെ, മണലിന്.
എവിടുന്നാണിത്? എവിടെയാണിത്? ദണ്ഡി ബീച്ച് അല്ലേ? ഓക്കെ. ദെൻ കേരളൻസ് ഇൻ ദണ്ഡി മാർച്ച്. എന്ത്? ദണ്ഡി യാത്രയിലെ മലയാളികൾ ആരൊക്കെയാന്ന് നോക്കാം. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ and Raghava Poduvall were the Keralans who participated in the Salt Satyagraha with Gandhiji. എന്താണ്? സി കൃഷ്ണൻ നായരും ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് എന്ത്? ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ. അപ്പം ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ ആരൊക്കെയായിരുന്നു? സി കൃഷ്ണനായരും ടൈറ്റസും ശങ്കരൻ എഴുത്തച്ഛനും രാഘവ പൊതുവാളും ആയിരുന്നു എന്ത്? ഈ സാൾട്ട് സത്യാഗ്രഹയിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ. ഓക്കെ. ഇതെന്താണ് ഇനി? ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്പ്രെഡ് ഓൾ ഓവർ ഇന്ത്യ. എന്താണ്? The movement in the northwestern region was led by Khan Abdul Ghaffar Khan, popularly known as Frontier Gandhi. Several women were also active in the movement under the leadership of Sarojini Naidu. ഇതാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ഓക്കെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ഇവിടെ ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു അല്ലെ. അതിർത്തി ഗാന്ധി, ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു അല്ലെ. അപ്പൊ അതിർത്തി ഗാന്ധി, അതായത് ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് അറിയപ്പെട്ടത് ആരാണ്? ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അല്ലെ. അവരുടെ നേതൃത്വത്തിലായിരുന്നു എന്ത്? ഈ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചത്. നേതൃത്വത്തിലായിരുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് എന്താക്കി സമരം നടന്നത് അല്ലെ. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? മൂവ്മെന്റ് ഇൻ നോർത്ത് വെസ്റ്റേൺ റീജിയൻ വാസ് ലെഡ് ബൈ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അല്ലെ. എന്താണ്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആരുടെ ലീഡർഷിപ്പിലായിരുന്നു? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറഞ്ഞ ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ നോർത്ത് വെസ്റ്റേൺ റീജിയനില് ഇത് നടന്നത്, സമരം നടന്നത് അല്ലെ. പിന്നെന്താണ്? several women were also active in the movements under the leadership of Sarojini Naidu. എന്താണ്? സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും സമരരംഗത്ത് സജീവമായിരുന്നു അല്ലെ. അപ്പൊ എന്താണ്? സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ ഒരുപാട് സ്ത്രീകളും എന്തായിരുന്നു ഈ സമരത്തിൽ? എന്താണ്? നിരവധി വനിതകളും ഈ സമരരംഗത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. The prominent leaders of the Salt Satyagraha campaign in Kerala were K. Madhavan Nair and E. Moidu Maulavi. The major centers of the Salt Satyagraha in Kerala were Kozhikode and Payyanur in Kannur. The breaking of the salt law was organized in Payyanur under the leadership of K. Kelappan, Muhammad Abdurrahman and P. Krishna Pillai, who led the salt satyagraha at the Kozhikode beach, were injured in the police lathi-charge. The salt satyagraha fanned the flames of the freedom movement among the people of Kerala. എന്താണ് ഇവിടെ മക്കളെ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്ന ആര്? കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നത് ഉപ്പ് നിയമലംഘനം നടന്നത്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹിമാൻ, പി കൃഷ്ണപിള്ള എന്നിവർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിക്കത്തിച്ചു അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടീച്ചർ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്ന ആര്? കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. അപ്പം ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ആരൊക്കെയാ പ്രമുഖര്? കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും ട്ടോ. പിന്നെന്താണ്? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും എന്താണ്? ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു അല്ലെ. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നത് ഉപ്പ് നിയമലംഘനം നടന്നത് അല്ലെ. എന്താണ്? പയ്യന്നൂരിൽ കെ കേളപ്പൻ അറിയല്ലേ? കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നല്ലേ.
കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു എന്ത് ഉപ്പ് നിയമ ലംഘനം നടന്നത്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ള എന്നിവർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി അല്ലെ. എന്താണ് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളക്കും എന്താക്കി പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി അല്ലെ. ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിക്കത്തിച്ചു അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ചിന്ത അപ്പൊ ഭയങ്കരമായിട്ട് ടൈമിൽ വന്നു അല്ലെ. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിസൈഡഡ് ടു സപ്രസ് ദ സാൾട്ട് സത്യാഗ്രഹ ബൈ ഓൾ മീൻസ്. thousands of people including leaders like Gandhiji, Jawaharlal Nehru and the Subhash Chandra Bose were arrested. എന്താണ് ഉപ്പ് സത്യാഗ്രഹത്തെ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ ഉപ്പ് സത്യാഗ്രഹം സാൾട്ട് സത്യാഗ്രഹം എന്താണ് അമർച്ച ചെയ്യാൻ എന്താക്കി ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു അല്ലെ. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ എന്താക്കി അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇവര് ഇതിലെന്താക്കി സാൾട്ട് സത്യാഗ്രഹനെ സപ്രസ് ചെയ്യാൻ തീരുമാനിച്ചു, അടിച്ചമർത്താൻ തീരുമാനിച്ചു അല്ലെ. അപ്പൊ thousands of people including leaders അല്ലെ. ഈ 1000-ൽ പരം ലീഡേഴ്സിൽ എന്താണ് ആയിരക്കണക്കിന് ആളുകളെ എന്താക്കി കുറെ അറസ്റ്റ് ചെയ്തു അല്ലെ. അതില് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഉണ്ടായിരുന്നില്ലേ. ഡ്രാമറ്റൈസ് ദ മേജർ ഇവന്റ്സ് ഓഫ് ദ സാൾട്ട് സത്യാഗ്രഹ. എന്താണ് പറയുന്നത് ഇവിടെ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രധാന സംഭവങ്ങൾ നാടക രൂപത്തിൽ പുനരാവിഷ്കരിക്കുക എന്നാണ്. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് ഗാന്ധിജി ടു അഡോപ്റ്റ് സോൾട്ട് ആസ് എ വെപ്പൺ ഫോർ ഫ്രീഡം സ്ട്രഗിൾ. എന്താണ് ഉപ്പിനെ സമരായുധമാക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ സോൾട്ടിനെ സമരായുധമാക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകം ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അത് എന്താണ് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഭാഗങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ മക്കളെ. നല്ല എന്താണ് സാൾട്ട് സത്യാഗ്രഹനെ കുറിച്ചിട്ടൊക്കെയാണ് നന്നായി പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പൊ നന്നായി പഠിക്കുക. അപ്പൊ ഇവിടെ എന്തല്ലേ ക്യൂൻ ഓഫ് നാഗാസ് അല്ലെ. എന്താണ് ദ സ്പിരിറ്റ് ഓഫ് the civil disobedience movement spread to Manipur and Nagaland in northeast India, impressed by the national movement. The 13-year-old Gandhiji participated in the civil disobedience movement. Acknowledging her role in the freedom struggle, Jawaharlal Nehru described her as the queen of Nagas. എന്താണ് നാഗന്മാരുടെ റാണി അല്ലെ. എന്താണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മണിപ്പൂര്, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന സമരത്തിന്റെ ആവേശം ഉയർന്നില്ലേ. മണിപ്പൂർ അറിയാലോ അപ്പൊ അല്ലെ. മണിപ്പൂരും പിന്നെന്താണ് ഈ നാഗാലാൻഡ് ഒക്കെ എന്താണ് ഈ പ്രദേശങ്ങളിലൊക്കെ നിയമലംഘന സമരത്തിന്റെ ആവേശം ഉയർന്നു അല്ലെ. 13 വയസ്സ് മാത്രമുള്ള റാണി ഗൈഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. ആരാണ് 13 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി അല്ലെ. റാണി ഗൈഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘനത്തിൽ പങ്കാളിയാവുകയും ചെയ്തു അല്ലെ. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിന്റെ പേരിൽ അല്ലെ. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിന്റെ പേരിൽ എന്താക്കി നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു അവരെ വിശേഷിപ്പിച്ചു അല്ലെ. ആരാണ് ദ ക്യൂൻ ഓഫ് നാഗാസ് എന്ന് ജവഹർലാൽ നെഹ്റു അവരെ വിശേഷിപ്പിച്ചു. ഓക്കെ, അപ്പം മക്കളെ ഇത് ചാപ്റ്റർ നന്നായി പഠിക്കുക കേട്ടോ. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അപ്പം ഇത് നന്നായി പഠിക്കുക. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.